ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാർ, അപ്പോൾ ഏതായാലും നമ്മളൊരു യാത്രാ സംഘം എന്ന നിലക്ക് നമ്മൾ ഒരുമിച്ച് കൂടി പോകുമ്പോൾ എവിടേക്കാണ് പോണത്, എന്തിനാണ് പോണത്, എങ്ങനെ നമ്മൾ പോകേണ്ടത്, ഈ കാര്യങ്ങളെ പറ്റി രണ്ട് നിലക്കും നമ്മൾ മനസ്സിലാക്കാനാണ്. നമ്മൾ ശരീരം കൊണ്ട് യാത്ര ചെയ്യണം, ആത്മീയമായ യാത്ര മാത്രം പോരാ, അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. 5 നേരം നിസ്കരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ അതിൽ ചെറിയൊരു ഹജ്ജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നുണ്ട്. കാരണം ഈ നിസ്കാരത്തിനെ പറ്റി പറയുമ്പോൾ നിസ്കാരം ഏറ്റവും അഫ്ളലായിട്ടുള്ള അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ, ശാരീരികമായി ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ വിശദീകരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നതിൽ ഹജ്ജ് ഉണ്ട്. അതിൽ എന്താ, നിസ്കരിക്കുന്ന സമയത്ത് കഅബത്തിലേക്ക് തിരിഞ്ഞിട്ടല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പോൾ ഹജ്ജിൻ്റെ പല സംഗതികളും അതിലുണ്ട്. പിന്നെ സിയാറത്തും അതിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലലൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഇതൊക്കെ ആത്മീയമായിട്ട് നമ്മൾ നടത്തുന്നൊരു കാര്യമാണ്, ആത്മാവിനെ പറഞ്ഞേക്കാണ്. ഫിഹാലത്തിൽ ഓതി റൂഹി കുന്തു ഉറുസുലുഹ തുഖബ്ബിലുൽ അർദ അന്നി വഹിയ നാഇബത്തി വഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹദറത് ഫമുദ്ദി ദിക്രി തുഹ്ലാ ബിഹാ ശഫതി. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞതുപോലെ, ഞാൻ അന്ന് ഉമ്മുബൈദിലാവുന്ന സമയത്ത് സ്ഥിരമായിട്ട് എൻ്റെ റൂഹിനെങ്ങനെ പറഞ്ഞേക്കും കേട്ടു. ഈ ഹാലത്തിൽ പൊഴുതി റൂഹി കുന്തൂർസുലുഹ, എൻ്റെ റൂഹിനെ സ്ഥിരമായിട്ട് അവിടെ നിങ്ങൾ പറഞ്ഞേക്കും. ഏത് സമയത്ത് റൂഹ് മദീനയിൽ തന്നെയാണ്. പക്ഷേ ഈ സമയം അതിൻ്റെ സമയമല്ല. ഇപ്പോൾ ഞാൻ നേരെ എൻ്റെ സ്ഥൂല ശരീരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിപ്പോൾ അവിടുന്ന് ചെറുതായിട്ടൊരു ഇങ്ങനെ വന്നേന്. റൂഹിയായിട്ട് വരുമ്പോൾ വലിയ ചിലവില്ലാത്ത വരല്ലാണ്ടത്. ഇതങ്ങനല്ല, ഞാൻ കുറേ ചിലവാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കെന്ത് വേണം, പംദുദ് യദൈക, അങ്ങയുടെ ആ തൃക്കൈ ഒന്നാണ് തരണം. ലിക്കൈ തുഹ്ലാ ബിഹാ ശഫതി, എനിക്കെൻ്റെ ചുണ്ടൊന്ന് വെച്ചിട്ട് എനിക്കൊന്ന് ഭാഗ്യം നേടാൻ വേണ്ടിയിട്ടാണ് എന്ന് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ സ്വപ്ന ഭൂമി മദീനയാണ്. നമ്മുടെ നായകൻ മദീനത്താണുള്ളത്, നമ്മുടെ പ്രേമവാചനം മദീനത്താണുള്ളത്. അവിടേക്ക് തന്നെയാണ് ഏത് സമയത്ത് നമ്മുടെ മനസ്സുള്ളത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മദീന മനസ്സിന്ന് പോയ സമയം ഉണ്ടാവില്ല. പക്ഷേ മദീനത്തേക്ക് നമ്മൾ നേരെ പോവുകയാണ്, പൈസ ചിലവാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചോദിച്ചത് എന്താ, കയ്യൊന്ന് തരണം, എനിക്കൊന്ന് മുത്തണം എന്നാ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ കിട്ടണം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകളൊക്കെ നമ്മളെ പോലെയല്ല. അവരൊക്കെ ജീവിതത്തിൽ എല്ലാം ത്യജിച്ചുകൊണ്ട്, എന്നുവെച്ചാൽ അവരൊക്കെ ദുനിയാവിൻ്റെ പുറത്ത് തന്നെ ജീവിച്ചിരുന്നത്. നമ്മളെപ്പോലെ തന്നെ അവർക്കും പിന്നെ ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്നൊക്കെ വേറിട്ടിട്ട് അവരെ മനസ്സ്, അവരാത്മീയമായി അവർ വേറെ യാത്രയിലായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിനാ ചെന്ന് വെച്ചാൽ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ പെരിയിൽക്കാണ് ചെന്നാൽ പിന്നെ പെരിയിൽ തന്നെ അവിടുന്ന് പുറത്തേക്ക് നമ്മൾ പോകില്ല, മനസ്സ് പുറത്തു പോകില്ല നടത്തും. നിസ്കാരത്തിലാണെങ്കിലും നമ്മൾ വേറെ സ്ഥലത്തായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ചുരുക്കി നമ്മളെ അവസ്ഥ വേറെ. അതുകൊണ്ട് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ അവസ്ഥ നേടാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്, ഒരുപാട് ബുദ്ധിമുട്ടിയ ആളാണ്. നന്നായിട്ട് കിതാബ് ഓതിയ കിതാബ് അനുസരിച്ച് നന്നായിട്ട് ജീവിച്ച് തെറ്റുകുറ്റങ്ങൾ കൂടാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഴത്തോട് മുഴമായും ചാണോട് ചാണായും ഇഞ്ചോട് ഇഞ്ചായും ശരിക്കും ഇത്തിബായ് ചെയ്ത് പിൻപറ്റിക്കൊണ്ട് അനുധാവനം ചെയ്ത് ജീവിച്ച് ആ മഹബത്തിലായിക്കൊണ്ട് സ്ഥിരമായിട്ട് കഴിഞ്ഞിരുന്ന മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അവസ്ഥ വളരെ ഉന്നതമായ അവസ്ഥയാണുള്ളത്. നമുക്കും ആ കൂട്ടത്തിൽ എത്തിപ്പെടണം. മദീനത്തേക്ക് പോകുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കിട്ടണം. അതാണ് നമുക്ക് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാൽ, റൗള സിയാറത്ത് ചെയ്യുക എന്നുള്ള പദം തന്നെ
ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാം മാലിക് തങ്ങൾ അത് വെറുത്തിരുന്നു എന്നാണ് ഹദീസിൽ കാണാനുള്ളത്. ആരെങ്കിലും സുർന ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖത്ത് വെറുപ്പ് പ്രകടമാവും. ഞങ്ങൾ നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്തു എന്ന് പറയുന്നത് ഇമാം മാലിക് തങ്ങൾക്ക് ഇഷ്ടമില്ല. അതേസമയം സുർനൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബി തങ്ങളെ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ മുഖം പ്രകാശിക്കും. അതാണ് ഇമാം മാലിക് തങ്ങളുടെ അവസ്ഥ. ഇമാം മാലിക് തങ്ങൾ ഒരിക്കലും ശിഷ്യന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വരുമ്പോൾ ഞങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തു. ഇമാം മാലിക് തങ്ങൾ ഇമാമു ദാരുൽ ഹിജ്റ, മദീനത്തെ ഇമാമാണ്. മദീന പള്ളിയിൽ ദർസ് നടത്തുന്ന ആളാണ്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ അവർ സിയാറത്ത് ചെയ്യുമ്പോൾ ഈ പദം കേട്ട് കഴിഞ്ഞാൽ ഇമാം മാലിക് തങ്ങൾക്കത് തീരെ ഇഷ്ടമല്ല. നബി തങ്ങളെ സിയാറത്ത് ചെയ്തു എന്നുള്ള വാക്യം പറയാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ലാഹിറായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കാണാനുള്ള റൗദ നല്ല ഹരിതാപമായിട്ടുള്ള പച്ചക്കുബയെ പറ്റിയുള്ള വർണ്ണനകളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ചെറുപ്പകാലം മുതൽ ഏത് സമയത്തും ഈ പച്ച കുബ്ബ, ആ കുബ്ബയെ പറ്റിയുള്ള പാട്ടുകളും പ്രസംഗങ്ങളുമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ അതിൽ ലയിച്ചിരിക്കുന്ന ആളുകളാണ്. ആ പച്ച കുബ്ബ അത് നമുക്കിപ്പോൾ ചെന്നാലും നേരിടുന്നതിനെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് കാണേണ്ടത് ആ പച്ച കുബ്ബ മാത്രമല്ല കാണേണ്ടത്. ആ കുബ്ബ ആരെ ഉൾക്കൊണ്ടുവോ, അവിടുത്തെ അന്തേവാസി ആരാണോ, ആ മഹാ തേജസ്സിനെ കാണണം, അതുമായിട്ട് അടുക്കണം. അതാണ് നമ്മുടെ ആവശ്യം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, തങ്ങളുമായിട്ട് അടുപ്പം വേണം. എന്നിട്ട് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് വിവരമുള്ള ഒരൊറ്റ പണ്ഡിതന്മാരും അവർ ഇപ്പോൾ പറ്റ മറഞ്ഞു പോയി ഒരു നിലക്കും ഇല്ല, മരിച്ച ഒരാളാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ദുനിയാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ജഡം അത് കാണാനുള്ള അവസരം മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയ്യുൻ അബദ, ഏത് കാലത്തും അവിടുന്ന് ഹയാത്തിലുണ്ട് എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അല്ലാതെ മയ്യത്തായി പോയി നമ്മൾ സാധാരണ കബറുകളിലേക്കൊക്കെ പോകുന്ന സമയത്തുള്ളത് പോലെയല്ല. അവിടുന്ന് ഹയ്യാണ് എന്ന് മാത്രമല്ല, ലോകം ഒട്ടാകെ അവിടുത്തെ ആ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണെന്നുള്ളതാണ് ഉള്ളറിവുള്ള കണ്ണുള്ള മഹാന്മാരൊക്കെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്ന ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല, അടുത്ത സുന്നത്തിനെതിരായി ജീവിക്കാൻ കഴിയില്ല, കാപട്യമാരോ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ആ നിലക്ക് വളരെ സംശുദ്ധമായ ജീവിതം നയിക്കാനൊക്കെ കഴിയുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് മറ്റുള്ള പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ നമുക്ക് ഇതേമാതിരി തന്നെ നമ്മുടെ നയനാനന്ദകരമായ കാഴ്ചകളും അതുപോലെ തന്നെ നല്ല ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ചിലപ്പോൾ മദീനത്തും ഇതിനേക്കാൾ ഉഷാറായിട്ടുണ്ട്, ചിലപ്പോൾ അതിനേക്കാൾ നല്ല ബിൽഡിങ്ങുകളൊക്കെ ദുബായിലും മറ്റൊക്കെ അത് ചിലപ്പം കാണാൻ കഴിയും. അപ്പോൾ അതിനല്ല പോണത്. നമ്മൾ പോണത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും തങ്ങളോട് അടുപ്പം കിട്ടാനും വേണ്ടിയിട്ടാണ്. നബിതങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ കണ്ടിട്ട് എന്താ നമുക്ക് കിട്ടാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് എന്തും നമുക്ക് ചോദിക്കാം. അന കാസിമുൻ വല്ലാഹു യുഅ്തി, ഞാൻ വിതരണം ചെയ്യുന്ന ആൾ അള്ളാഹുവാണ് നൽകുന്നതെങ്കിലും എന്നിലൂടെയാണ് അത് കൊടുക്കുന്നത്. അതുകൊണ്ട് നബിതങ്ങളോട് ചോദിച്ചാൽ അതൊരിക്കലും ചോദ്യം അസ്ഥാനത്തല്ല. നബിതങ്ങളോട് ചെന്നുകൊണ്ട് സ്വർഗം വേണമെന്ന് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. നബിതങ്ങളോട് ചെന്ന് പാപം പൊറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നബിതങ്ങൾ അള്ളാഹിനോട് ചോദിക്കും, അള്ളാഹു പുറത്തു തരും. ഓരോ അന്നഹും യുദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഓരോ അന്നഹും യുദ്ലമു അൻഫുസഹും ജാഊക, തെറ്റുകളിൽ മുഴുകിക്കൊണ്ട് തെറ്റ് ചെയ്തുകൊണ്ട് ഒരു പശ്ചാത്താപം ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങളുടെ അടുക്കലേക്ക് അവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ, അവരല്ലാഹുവിനോട് ചോദിക്കുന്നതിൻ്റെ പുറമെ നബിതങ്ങളും അവർക്ക് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു അവർക്ക് കൃപ ചെയ്യും, അവർക്ക് റഹ്മത്ത് ചെയ്യും, അവരെ തൗബ അള്ളാഹു സ്വീകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ നമ്മൾക്ക് വേണ്ടത് ഇപ്പോൾ അതാണ്. ഒരുപാട് കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഇർത്തഖബത്തു അലൽ ഖത്താ, നമ്മൾ സാധാരണ മൗഖൂസ് മൗലിദിലല്ലേ അത് പറയല്ലേ, ഇർത്തഖബത്തു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദ ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം, ഒരുപാട് തെറ്റുകളുടെ പുറത്ത് കയറിയിട്ടാണ് ഞാൻ ജീവിച്ചത്, കണ്ടമാനം തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ലകാഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, അങ്ങയോട് എനിക്ക് അതിനെപ്പറ്റിയാണ് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ നമുക്കും പറയാനുള്ളത് അതാണല്ലോ. നമുക്ക് പറയാനുള്ളത് അതാണ്. ഇവിടെ വെച്ചിട്ടൊക്കെ നമ്മൾ പറയേണ്ടത് തന്നെയാണ്, അള്ളാഹുവിനോട് പറയണം. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പോസ്റ്റ്, ആ നിയോഗം എന്താണ്? നബിതങ്ങളോട് ചോദിച്ചാൽ നബിതങ്ങളും കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ അവർ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനായിട്ട് അള്ളാഹുവിനെ അവർക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും നബിതങ്ങളോട് എന്നുകൊണ്ട് നമുക്ക് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കി തരാൻ വേണ്ടി നബിതങ്ങളോട് ശുപാർശക്ക് നമുക്ക് ആവശ്യപ്പെടാം. അത് നമ്മളുടെ ഒന്നാമത്തെ ഒരു കാര്യമാണ്. കാരണം ആദ്യം നമ്മൾ തഹ്ലിയത്ത് എന്ന് പറയും, തെറ്റുകളിൽ നിന്നൊക്കെ ഒഴിവായിട്ട് പിന്നല്ലേ ബാക്കിയുള്ള ദർജകളൊക്കെ കയറൽ പിന്നെയാണല്ലോ. ആദ്യം ഇതൊന്നും ഒഴിവായി കിട്ടണ്ടേ. ബഹുമാനപ്പെട്ട ഇമാം അത്തബി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ, അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന ഒരു ചരിത്രം, ബഹുമാനപ്പെട്ട ഇമാം അത്തബി റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനത്ത് റൗള ഷരീഫിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു അഅറാബി വന്നു. ഒരു ഗിരിവർഗ്ഗക്കാരനായ മലമ്പ്രദേശത്തുകാരനായ ഒരു അഅറാബി അവിടെ വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒരു ബെയ്ത്തൊക്കെ ചൊല്ലിയിട്ട് ആവലാതി പറയാം. എന്താ ബെയ്ത്തിലാണ്? യാ ഖൈറ മൻ ദുഫിനത്ത് ഫിൽ ഖായി അഅ്ലമുഹു ഫതാബം ഫിൻതി ബിഹിന്നൽ ഖാഉ വല്ലകമു നഫ്സി ഫിദാഉ ലിഖബരിൻ അന്ത സാകിനുഹു ഫീൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഈ അഅറാബി വന്നുകൊണ്ട് പറയുകയാണ്. അഅറാബികൾക്ക് പിന്നെ വേറൊന്നോട്ട് ഒരു വിചാരിച്ച കാര്യം എന്താ വെച്ചാൽ വളരെ കരുത്തരായിരിക്കും. ദുർബലരാണെങ്കിൽ അവർ ദുർബലരായിരിക്കും, കരുത്തന്മാരായ നല്ല കരുത്തന്മാരും. അപ്പോൾ അവർ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഅറാബി വന്ന് പറയാണ്, യാ ഖൈറ മൻ ദുഫിനത്ത് ഫിൽ ഖായി അഅ്ലമുഹു ഫതാബ മിൻ തിബിഹി നൽഖാഉ വലകമു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവയവങ്ങൾ, അവിടുത്തെ ഭൗതിക ശരീരം ഒരുമിച്ച് കൂട്ടിയ ഈ ഭൂമിയാണത്. യാ ഖൈറ മൻ ദുഫിനത്ത് ഫിൽ ഖായി അഅ്ലമുഹു ഫീഹിൽ ഫതാബം മിൻ തിബിഹി നൽഖാഉ വലകമു. അങ്ങ് ഇവിടെ മറവിട്ട് കിടക്കുന്ന കാരണം ഈ ഭൂമി ഒട്ടാകെ പരിശുദ്ധമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്ന് നഫ്സി ഫിദാഉ ലിഖബരിൻ അന്ത സാകിനുഹു, എൻ്റെ നഫ്സ് അങ്ങേക്ക് ദണ്ഡമാണ് എന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞാൽ എന്തും ഞാൻ ചെയ്യും, എനിക്ക് നഫ്സ് വേണ്ടാന്ന് നോക്കാൻ തയ്യാറാണ്. നഫ്സുൽ ഫിദാഉ ലിഖബരിൻ അന്ത സാകിനുഹു ഫീൽ ലഫാഫു ഫീൽ ജൂദുൽ കറമു. അവിടെയാണ് എല്ലാ ഔദാര്യങ്ങളുള്ളത്, എല്ലാ ബഹുമാനങ്ങളും അവിടെയുള്ളത് എന്ന് പറഞ്ഞ് ഈ ഒരു ആയത്ത് ഓതിക്കൊടുത്തു. ഒരു അന്നവും യുദ്ലമു അംഫുസവും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നബിയെ തങ്ങളെടുത്തേക്ക് എൻ്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി അങ്ങയിലേക്ക് അഭയകേന്ദ്രമായിക്കൊണ്ട് ഇങ്ങോട്ട് രക്ഷ തേടിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ അഅറാബി പോകുന്ന സമയത്ത് ഇമാം അത്തബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ സമയത്ത് എൻ്റെ കണ്ണൊന്നിങ്ങനെ മാളിപ്പോയി. കണ്ണുമാള് ചെറിയ തൂക്കിയുറക്കുമാതിരി വന്നപ്പോൾ ഉടനെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, യാ അത്തബി, അല്ലയോ അത്തബി, ആ അഅറാബി വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ പാട്, ആ കണ്ണ് തുറന്ന പാട് തന്നെ അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നിബിധങ്ങളുടെ സന്തോഷവാർത്ത അറിയിച്ചു എന്നവർ. അപ്പോൾ അവരൊക്കെ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് അവർ തെറ്റുകുറ്റങ്ങൾക്ക് പുറത്ത് അവർ ജീവിതം ക്ലിയറാക്കാൻ വേണ്ടി, ഭാവി ജീവിതം നന്നാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബക്കൾ, അതുപോലെ തന്നെ മഹത്തുക്കളായ മുൻഗാമികളൊക്കെയും അവർ മദീനത്തേക്ക് വന്നത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തും വേണേ ചോദിക്കാം. നിബിധങ്ങൾ ഹയ്യാണ് എന്ന് പറയുമ്പോൾ കടത്തിൽപ്പെട്ട ആൾക്ക് കടം വീട്ടാൻ വേണ്ടി വന്ന് ചോദിക്കും. ഓരോ കടം വീടിയിട്ടുണ്ട്. സോക്കടുള്ള ആൾക്കാർ വന്ന് സോക്കട് ശിഫാൻ വേണ്ടി പറയും, നമ്മൾ സോക്കട് ശിഫായിട്ടുണ്ട്. എന്ത് കേസും പറയാം. രാജാവാണ്, ചക്രവർത്തിയാണ്, അവിടെ പറഞ്ഞാൽ എന്ത് കാര്യം നടക്കാത്തത്? ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു താബീങ്ങൾ കൂട്ടത്തിൽപ്പെട്ട പ്രസിദ്ധനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു. മദീനത്തായിരുന്നു. മഹാനവറുകൾ പറയുന്ന ഒരിക്കൽ യമനിയാവുന്ന ഒരാൾ, മദീനത്ത് താമസിച്ചിരുന്ന ആൾ തന്നെ, യമൻകാരനാണ്. ആ യമനിയായ ഒരു സഹോദരൻ വന്നുകൊണ്ട് എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു, എന്ത്, ഒരു 80 ദീനാർ എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോവുകയാണ്, ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് പൈസ തന്നാൽ മതി.
അതുവരെ നിങ്ങളെടുത്ത് അത് അമാനത്തായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ പൈസ ഇവിടെ നിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിന് പോയി. അങ്ങനെ അദ്ദേഹം പോയ സമയത്ത് മദീനത്ത് ചെറിയ ക്ഷാമവും ദാരിദ്ര്യമൊക്കെ ഒന്ന് വന്നുകൂടിയപ്പോൾ പല ആളുകൾക്കും പ്രയാസം നേരിട്ട സമയത്ത് ആ പൈസ ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്നത് ശരിയല്ല, അദ്ദേഹം വരുന്ന യമനിയാവുന്ന സുഹൃത്ത് വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഇദ്ദേഹം കയ്യിലുള്ള 80 ദീനാറും ചിലവാക്കി. ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആ 80 ദീനാറും ചിലവാക്കി. അങ്ങനെ ഇദ്ദേഹം പെട്ടെന്ന് വന്നു. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എവിടെ എൻ്റെ കാശ് എന്ന് ചോദിച്ചു. എവിടെ കാശ് എന്ന് ചോദിച്ചപ്പോൾ കാശ് കയ്യിലില്ല. മഹാനവറുകൾ പറഞ്ഞു കാശ് നാളെ തരാം. മുഹമ്മദുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു നാളെ തരാം പൈസ എന്നാണ്. ഇപ്പം നാളെ കൊടുക്കണമല്ലോ. നമുക്കും ഇതേപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനുള്ള പരിഹാരം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും നോക്കണില്ല. നമ്മൾ കീശിൽ കാശ് വെച്ചിട്ട് ഇരക്കാൻ നടക്കുന്നത് പോലെയാണ് നമ്മളുടെ അവസ്ഥ. കീശിൽ കാശ് വെക്കുക, എന്നിട്ട് കായ് ഉണ്ടാകുന്ന പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് നമ്മളുടെ അവസ്ഥ. അരപ്പന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ്. എന്ത് വിഷമുണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊക്കെയും പരിഹാരമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ തന്നെ നമ്മൾ മറ്റ് ഭാഗത്തേക്ക് തേടേണ്ട ആവശ്യം. എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാ റസൂലുള്ളാഹി എന്നും പറഞ്ഞ് സലാം ചൊല്ലി അവിടത്തോട് സലാത്ത് ചൊല്ലി നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത എന്ത് കാര്യങ്ങളാണുള്ളത്. ഈ ഇദ്ദേഹത്തോട് നാളെ തരാം എന്ന് പറഞ്ഞു. നാളെ തരാമെന്ന് പറഞ്ഞ് വൈകുന്നേരമായപ്പോൾ പിന്നെ ബേജാറായി. നാളെ രാവിലെ കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് അത് മുഹമ്മദുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു ഏതായാലും പള്ളിയിൽ പോകാം, പള്ളിയിൽ പറയാം എന്ന് വിചാരിച്ച് പള്ളിയിൽ പോയി. മദീനത്തെ പള്ളിയിലേക്ക് കടന്നു. അങ്ങനെ പള്ളിയിലേക്ക് കടന്നുകൊണ്ട് അവിടെ മിഹ്റാബിൻ്റെ അടുത്തും അതുപോലെ തന്നെ മിമ്പറിൻ്റെ അടുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി രാത്രി ഇങ്ങനെ നിന്ന് വലിയ വിഷമത്തിനാണല്ലോ യാ റസൂലുള്ളാഹി എന്നും പറഞ്ഞിട്ട് ആയിക്കൂടി ഇങ്ങനെ നടന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് സുബീൻ്റെ മുമ്പായി കൊണ്ട് ഒരാൾ വന്ന് വാതിലൊക്കെ തുറന്ന് ഉള്ളിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു ആ യാ മുഹമ്മദ് ദൂനക ഹാദ എന്ന് പറഞ്ഞിട്ട് ഒരു കിഴി, ഒരു സഞ്ചി അതാ കൊടുത്തു. ദൂനക ഹാദ, അത് പിടിച്ചോ, എന്നിട്ട് ആ കടം കൊടുത്ത് വീട്ടിക്കള എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്നാട് പോവുകയും ചെയ്ത്. അതിന് ശേഷം അത് തുറന്നു നോക്കുമ്പോൾ 80 ദീനാറ് കറക്റ്റായിട്ടുള്ളത്. രാവിലെ ആ യമനി വന്ന സമയത്ത് കൃത്യമായിട്ട് അതാണ് പറഞ്ഞു, അത് കൊടുത്തു കടം വീട്ടിയതാണ്. ഇനി ഇങ്ങനെ ആയിരക്കണക്കിന് ചരിത്രങ്ങൾ സംഭവങ്ങളുണ്ട്. അത് സംഭവം കിതാബിലുള്ളത് വേറെ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ. ഇപ്പോൾ സംഭവം നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. കിതാബിൽ വരണേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ കിതാബ് എഴുതാൻ പോകണം. മറ്റേ കിതാബിൽ മുമ്പ് എഴുതിയത് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോഴും നടക്കുന്ന കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയ്യുൻ അബദൻ എന്നും ഹയ്യാണ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഈ ചരിത്രം രചിക്കാൻ പറ്റും. ചരിത്രം വായിക്കാനല്ല, ചരിത്രം വായിക്കല്ല, ചരിത്രം രചിക്കാൻ നമുക്ക് പറ്റുമെന്നാണ് പറഞ്ഞത്. എന്തു വേണം? നാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കും ആ പ്രണയത്തോടുകൂടെ ജീവിക്കാൻ കഴിയണം നമുക്ക്. മറ്റുള്ളതൊക്കെ വിട്ടുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുകാൻ കഴിയണം. തങ്ങളുടെ അങ്ങേയറ്റം ആ പ്രണയത്തോടുകൂടെ അവിടുത്തെ ജീവിതം സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ വ്യക്തിത്വത്തെ സ്നേഹിച്ചുകൊണ്ട് ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മാറണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ ഭംഗിയായിട്ട് നടക്കും. ഇങ്ങനെ ഒരു സംഭവമല്ല, രണ്ട് സംഭവം, ഒരുപാട് സംഭവങ്ങൾ. അങ്ങ് സംഭവങ്ങൾ പറയാന്നുള്ളതല്ല, ഒരു മോഡൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി തങ്ങളോട് ചെന്നാൽ നമുക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് ആത്മീയമായിട്ട് ഈ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ വളരെയധികം പ്രതികൂലമായ സാഹചര്യങ്ങളാണ്. നന്നാവാൻ വിചാരിച്ചാൽ തന്നെ നമ്മൾ ഒരു നിലക്കും സമ്മതിക്കാത്ത ചുറ്റുപാടുകളാണ്. നന്നാവാൻ വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഭാര്യമാരെ നമ്മൾ സമ്മതിക്കൂല. ഈ ഭാര്യമാരെ അടുത്ത് നീ അങ്ങോട്ട് പറയാണ്, ഭർത്താക്കന്മാരെ നമ്മൾ സമ്മതിക്കൂല. രണ്ടുണ്ടാവാം. ഞാൻ പിന്നെ പുരുഷപക്ഷപാതിയല്ല, രണ്ടു വരെമാരും വർത്താനം പരിമങ്ങളിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നാകെ വിചാരിച്ചാൽ നമ്മൾ അരണാച്ചരട്ട് പാമ്പാകുക എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ അവസ്ഥ. മുഴുവനും നമുക്കെതിരാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് നമുക്ക് എങ്ങനെ കിട്ടും? നബി തങ്ങളോട് മഹബത്ത് എങ്ങനെ കിട്ടും? അതിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് മുഴുവൻ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ്. പഴയ കാലത്തതുപോലെ പണ്ടത്തെ കാലത്ത് സ്വലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഫലം അന്ന് തന്നെ കണ്ടിരുന്നു. എനിക്കതിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്.
ഒരു നാരി സ്വലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് എന്തിനാ ചൊല്ലിച്ചാൽ അന്ന് തന്നെ അതിന് പരിഹാരം കാണും. അതാണ് അതിൻ്റെ അവസ്ഥ. അതിനൊന്നും ഞാൻ ഉദാഹരണങ്ങൾ പറയണില്ല. അത് എന്ത് കാര്യത്തിനും, ഏതൊരു കാര്യത്തിനും. കാരണം എന്താ, ആ സമയത്ത് നമുക്ക് മറ്റുള്ള യാതൊരു പരിപാടികളും ഇല്ല, നമ്മൾ മനസ്സിൽ വേറൊന്നുമില്ല. അന്ന് മറ്റുള്ള സൗകര്യങ്ങളോ ഈ വികസനങ്ങളോ ടെക്നോളജി വികസിച്ചിട്ടില്ല, AI വന്നിട്ടില്ല, ഒരു സംഗതിയില്ല. കാലത്ത് നമുക്കൊരാളെ കാണണം എന്നുണ്ടെങ്കിൽ ഒരുപാട് യാത്ര ചെയ്ത് ആളെ പോയി കാണണം. കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. ഒരു വീട്ടിലാണ് ചെന്ന് അന്നത്തെ കാലത്ത് നമുക്ക് സൽക്കരിക്കാൻ ചിലപ്പം ഇതൊന്ന് വിളിച്ചു പറഞ്ഞു വരണ്ടേന്ന് പറയാം. എങ്ങനെ വിളിച്ചു പറയാൻ സൗകര്യമില്ല. അപ്പോൾ ചെന്ന് നേർക്ക് നേരെ കാണുന്ന സമയത്ത് കോഴികളൊക്കെ കൂട്ടുന്ന വിട്ട നേരത്തായിരിക്കും നമ്മൾ ചെല്ലുണ്ടാകുക. അപ്പോൾ അമ്മായിമ്മ പറയും, പൊന്നാരം പുതിയാപ്പിള, ഇതിപ്പോൾ ഈ നേരത്തിൽ ഇന്നലെ വന്നന്ന് രാവിലെ പോയി കോഴിനെ പിടിച്ചിറക്കുക, ഈ നേരത്തേക്ക് വന്നാൽ എന്താ കാട്ടുന്നത്? അപ്പോൾ ഇനിയിപ്പോൾ കോഴി മുടുകയില്ലാതെ വേറൊന്നും എനിക്കില്ല എന്ന് പറയും. ആ കോഴി മുടുകനെ കലക്കിയിട്ട് ചായ കിട്ടും, അതിനെ പൊരിച്ചിട്ടോ പീങ്ങിയിട്ട് അതും തരും. അത് തിന്നിട്ട് സുഭിക്ഷമായ സന്തോഷത്തോടെ സ്നേഹം പങ്കിട്ടുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടെ അങ്ങോട്ട് പോരും ചെയ്യും. അതാണ് ആ പോക്ക് വരവൊക്കെ ഉള്ളത്. ഇപ്പോഴത്തെ കാലത്തോ ഇപ്പം നമ്മൾ വീഡിയോ കോൾ നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാണേണ്ട ആവശ്യമില്ല. ഇനി ഒരു പിത്തനുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ കാലത്ത് വല്ല വകുപ്പുണ്ടോ? പിത്തനുണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം പിത്തനൻ്റെ കൊള്ളയാണല്ലോ. എന്തുകൊണ്ടാണ്? അതിനുള്ള എല്ലാ സൗകര്യമായി. ഇപ്പം ഈ കോവിഡ് വന്നതോടുകൂടെ കണ്ടോ, സകല ആൾക്കാരും വലിയ വലിയ ഇമാമിങ്ങളായി മാറി. കിതാബ് ഓതാത്ത, ഒരു വയറ് കേൾക്കാൻ ശരിക്കും പോകാത്ത, ഇങ്ങനെയുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ വലിയ വയറന്മാരും ഫത്വ കൊടുക്കുന്ന ആൾക്കാരും ഏത് ഫത്വയും തിരുത്താനുള്ള കഴിവ് എല്ലാം ഒക്കെ കൂടി എല്ലാം ആയി. ചുരുക്കി പറഞ്ഞാൽ അലാക്കിൻ്റെ അവലുങ്കഞ്ഞ് വെച്ച കാലാണിത്. ഈ സമയത്ത് നമ്മൾ പണ്ടത്തെ മാതിരിയുള്ള ആ സൗകര്യങ്ങളൊന്നും ഇപ്പം നമുക്കില്ല. ഇതൊന്നൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസം തന്നെയാണ്. അത് ചെറിയ പണിയൊന്നുമല്ല. അപ്പം നമ്മൾ മാറണം. മാറാതെ രക്ഷയുണ്ടോ? രക്ഷയില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ പോയാൽ മതിയോ? ഇങ്ങനെ പോയിട്ട് എന്താ ചെയ്യണു? എല്ലാ സോക്കടുകളും നമുക്കുണ്ട്. പ്രഷർ നമുക്കുണ്ട്, ഷുഗർ നമുക്കുണ്ട്. പിന്നെന്തൊക്കെ വാറുള്ളത് വെച്ചാൽ പിന്നെ തൈറോയിഡ് കൂടി അല്ലെങ്കിൽ കുറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ആ കൂടി ഗ്യാസ്, ട്രബിൾസ്, മുഴുവൻ പ്രശ്നങ്ങൾ. ഓരോരുത്തർക്കും പുതിയ പറയുന്ന രോഗങ്ങൾ ഒരുപാടുണ്ട്. അതിനിപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? അതൊക്കെ ലൈഫ് സ്റ്റൈല് സോക്കടുകളാണ്, ജീവിതശൈലി സംബന്ധമായിട്ട് രോഗങ്ങളാണ് അതൊക്കെ. ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തന്നു. എന്താ പറഞ്ഞു തന്നത്? അതിപ്പോൾ പിന്നെ ജീവിതശൈലി മാറിയതുകൊണ്ടാണ്. ജീവിതശൈലി മാറിയതുകൊണ്ട് അതുകൊണ്ട് അരിഭക്ഷണമൊന്നും വല്ലാതെ കഴിക്കാൻ പറ്റില്ല. അത് മറ്റുള്ള സാധനങ്ങൾ കഴിക്കണം. അതുപോലെ തന്നെ പച്ചക്കറിക്കൊക്കെ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഉപദേശിച്ചു. പക്ഷെ അത് നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറാൻ നമ്മൾ തയ്യാറില്ല. എനിക്കിൻ്റെ പ്രഷറും മാറണം, ഷുഗറും മാറണം എന്ന് പറഞ്ഞാൽ ഈ പ്രഷറും ഷുഗറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്യാസും ഒക്കെ ആയിട്ട് അവസാനം നമ്മളാണ് വണ്ടിയിലോട്ട് പോകുക എന്നുള്ളതല്ലാതെ ലൈഫ് സ്റ്റൈൽ മാറാതിരുന്നാൽ യാതൊരു രക്ഷയില്ല. അതല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഒന്ന് ലൈഫ് സ്റ്റൈലൊന്ന് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? ഈ പ്രഷർ പോവും, ഷുഗർ പോവും, തൈറോയിഡ് നോർമലാവും, ഗ്യാസൊക്കെ പോവും, പല ആൾക്കാർക്കും പല കേടുകളെല്ലാം പോവും. ലൈഫ് സ്റ്റൈലൊന്ന് മാറ്റുക, ജീവിതശൈലി മാറ്റുക, എന്നിട്ട് ആ പഴയ ജീവിതത്തിലേക്ക് വരിക. അപ്പോൾ ഈ സൊക്കടൊക്കെ പോകും. എന്നതുപോലെ അതിൻ്റെ കൂടെ നമുക്ക് വന്നു പോയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള സോക്കടുകളാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട എല്ലാ സോക്കടുകളും. ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ, ജീവിതശൈലിയിലുള്ള ആത്മീയ രോഗങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സോക്കടുകൾ മുഴുവനും. ഇത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മളാ സ്റ്റൈൽ മാറ്റണം. സ്റ്റൈൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ എല്ലാ സോക്കടും മാറും. നല്ല നമ്മളെ റൂഹ്, നമ്മളെ കൽബ് നല്ല ആരോഗ്യ ദൃഢഗാത്രമായിട്ട് മാറും. ഒരു സംശയം നമുക്ക് വേണ്ട. അതിങ്ങനെ പഠിച്ചു വെച്ച് നടന്നുകൊണ്ട് കാര്യം നടക്കില്ല. പിന്നെന്ത് വേണം? പരിശോധിച്ച് നോക്കണം. നിങ്ങളിപ്പോൾ ഷുഗർ എനിക്ക് 210 പറഞ്ഞു. 210 ഷുഗറാന്ന് പറയുമ്പോൾ ഞാൻ അവനോട് പറയുകയാണ്, ചോറൊന്ന് തൽക്കാലം കുറച്ചടാ എന്ന് പറഞ്ഞു. അത് കുറക്കാൻ എനിക്ക് വയ്ക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നേരെ മറിച്ചത് കുറച്ചു. അതുപോലെ തന്നെ ആ എണ്ണയും കൊഴുപ്പൊക്കെ ഒന്ന് കുറച്ച് കുറക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ തീർന്ന ആൾക്കാരോട് അതാ പറയുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ആരെ 200 150 മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഓൻ ആവേശം വന്നു, ഇത് തെറ്റില്ല, നല്ല പരിപാടിയാണ്, എന്നാൽ അടുത്ത സ്റ്റെപ്പിലൊന്നും കൂടി പറഞ്ഞു കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ സോക്കോട് പറ്റ മാറും. എന്നതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്.
സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് അതിൽ ലയിച്ചുകൊണ്ട് നീങ്ങുക എന്നുള്ളത് ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. പിന്നെന്ത് വേണം? ഒഴുക്കിനെതിരെ നീന്തണം, സാഹചര്യങ്ങൾക്കെതിരെ നീങ്ങണം ചിലപ്പം. എങ്കിൽ മാത്രമേ നമ്മളെ കൽബിന് ഹയാത്ത് കിട്ടുള്ളൂ. നമ്മുടെ ഹൃദയത്തിന് ചൈതന്യം അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ ഒരു പുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് മഹാനായ ഔസുല്ലാദും ഖദ്ദസുല്ലാഹു പറഞ്ഞല്ലോ, അള്ളാഹുവാണ് സത്യം, ബാക്കിയുള്ളതൊക്കെ പുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഉപദേശത്തിൽ. അപ്പോൾ അതൊക്കെ പുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പുകക്ക് വേണ്ടി വെറുതെ ജീവിതം കളയാതെ ആ സത്യത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഇനി അത് ഞാൻ പറഞ്ഞ അങ്ങനെ നീട്ടില്ല. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിട്ടാൻ, തങ്ങളെ സ്നേഹിക്കാൻ അതിനുള്ള മാർഗം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം, തങ്ങളുടെ ആ സുന്നത്ത് പിൻപറ്റണം. ആ സുന്നത്ത് പിൻപറ്റാൻ ചിലപ്പോൾ ആദ്യം നമുക്ക് കഴിഞ്ഞോണമെന്നില്ല, കൽപ്പിച്ചൂട്ടി നമ്മൾ പതിവാക്കണം. അത് പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനോട് മഹബത്ത് വരും. ഇപ്പോൾ ഏത് പ്രമേയ രോഗിയായിരുന്നാലും അവന് പിന്നെ കട്ടൻ ചായ മധുരമില്ലാത്ത കുടിക്കാൻ ആദ്യത്തിലൊക്കെ പ്രയാസം ഉണ്ടാവും. കട്ടൻ ചായ മധുരമില്ലാത്ത കുടിച്ചാൽ ആരാ കുടിക്കുക? അത് നമുക്ക് പറ്റില്ല. അവസ്ഥാനം കുടിച്ചാൽ മതി എന്നല്ലേ പറയാം. എന്നാൽ എനിക്ക് കട്ടൻ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് മധുരമുള്ള ചായ തീരെ കണ്ടുവിടാ. ഇന്ത്യ ഇപ്പോൾ അങ്ങനെ വന്നു. കുറേ കാലം ഈ കട്ടൻ ചായ അങ്ങനെ കുടിച്ച് അവസാനം ഇപ്പോൾ നോക്കുമ്പോൾ കട്ടൻ ചായ കുടിച്ചെങ്കിലേ ശരിയാവുള്ളൂ. അതിന് മൊത്തത്തിൽ മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഷ്കർഷിച്ചൊരു കാര്യം, നബി തങ്ങളുടെ സുന്നത്ത്, അത് നമ്മളെ ശരീരത്തെ നിർബന്ധിച്ച് ബലാത്കാരമായിട്ട് ശീലിപ്പിച്ച് നമ്മളതിൻ്റെ ആളുകളായി മാറണം. അതാണ് നമ്മുടെ മനസ്സ് നന്നാക്കാനുള്ള മാർഗം. പിന്നെ വേറെയും മാർഗങ്ങളുണ്ട്. മഹാന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അനന്തരാവകാശികളായ മഹാന്മാരെ സ്നേഹിക്കുക, നബിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, അതിനൊക്കെ പറ്റിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതുമായിട്ട് കൂടുതലെടുക്കുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ വിശാലമായ ക്ലാസ്സുകളിൽ നമുക്ക് പറഞ്ഞുണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോകുമ്പോൾ, നബിതങ്ങൾ കാണാൻ പോകുമ്പോൾ ആ പച്ചക്കുബ്ബ കാണാൻ മാത്രമല്ല പോണത്, നബിതങ്ങളെ കാണാനാണ് പോകുന്നത്. നമ്മളെ ഹൃദയത്തിൻ്റെ രാജകുമാരൻ എന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ കേട്ടിട്ടില്ലേ? ഏത് സമയത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് നമുക്ക് മനസ്സിൽ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ആ ഒരുക്കത്തോടുകൂടെ, മാനസികമായ ഒരുക്കത്തോടുകൂടെയും ശാരീരികമായ ഒരുക്കം, ഭൗതികമായ സംഗതികളൊക്കെ പറഞ്ഞു, ആത്മീയമായിക്കൊണ്ട് നാം അതിന് തയ്യാറായിട്ടാണ് പോകേണ്ടത്. എങ്ങനെ വേണം? ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അല്ലാതെ അവിടെ ചെന്നിട്ട് ആ ആറാബി തൗബ ചെയ്തമാതിരി അവിടെ ചെന്നിട്ട് തൗബക്കാണ്ട് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യണം? തൗബ ചെയ്ത് പോകണം, പശ്ചാത്തപിച്ച് പോകണം. ജീവിതത്തിലുടനീളം മറ്റുള്ളവരോട് ചെയ്ത പാപങ്ങളും മാത്രമല്ല, അവനാൻ്റെ സ്വന്തം ജീവിതത്തിൽ വന്ന എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എത്രാണ്ട് അടുപ്പമുണ്ട്, അകൽച്ചുണ്ട്, നമ്മൾ പരിശോധിച്ച് നോക്കണം. നിബിധങ്ങളുമായിട്ട് അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ അകൽച്ച ഒഴിവാക്കിക്കൊണ്ട് അടുക്കാനുള്ള മാർഗം ഇവിടുന്ന് നോക്കണം, നമ്മൾ ഇന്നു മുതൽ നോക്കണം. അങ്ങനെ അതിനുള്ള ആ അത്യധ്വാനത്തിലാണ് നമ്മൾ അവിടേക്ക് ചെല്ലണമെങ്കിൽ എന്തായാലും അധ്വാനം പരവത്താവും. നമ്മൾ പരിശ്രമിക്കുന്ന ഒരിക്കലും അല്ലാഹു ഇന്നല്ലാഹു ലാ യുദിഉ അമല ആമിലിൻ, ഒരാളെയും അവൻ്റെ പ്രവർത്തനത്തെ അള്ളാഹു പാഴാക്കൂല. അപ്പോൾ എനിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള അടുപ്പം കിട്ടണമെന്ന് വിചാരിച്ച് നബിതങ്ങളുടെ സ്വഭാവത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട, എൻ്റെ കുടുംബത്തിൽ വേണ്ട, ഞാനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തിലും വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മൾ ആ പ്രവർത്തനം സ്വീകരിക്കും. നമുക്ക് നന്നാകാനുള്ള വഴികൾ അള്ളാഹു കാണിച്ചു തരും. അതിലേക്ക് അള്ളാഹു കൂടുതൽ നമ്മൾ അടുപ്പിക്കും. ഒരു ചാൺ അള്ളാഹുമായിട്ട് അടുത്താൽ ഒരു മുഴം ഇങ്ങോട്ട് അടുക്കുന്നതാണല്ലോ. ഒരു മുഴം അങ്ങോട്ട് അടുത്തു കഴിഞ്ഞാൽ മാറ് അടുക്കും. അങ്ങോട്ട് നടന്നു ചെന്നാൽ ഇങ്ങോട്ട് ഓടി വരും. ഇതാണല്ലോ അള്ളാഹുവിൻ്റെ പരിപാടി. അപ്പോൾ ആ നിലക്ക് നമ്മൾ തുടക്കം കുറിച്ചാൽ തന്നെ, അതാണ് നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഉദ്ദേശം, അവൻ്റെ നിശ്ചയദാർഢ്യം അവൻ്റെ പ്രവർത്തനത്തേക്കാൾ എത്രയോ മഹത്തരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ നീയത്ത് നന്നാക്കണം. നമ്മളെല്ലാ കാര്യങ്ങളും മാറി നിന്ന് പശ്ചാത്തപിച്ച് മഹാന്മാരായ മുൻഗാമികൾ, പരിശുദ്ധരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മഹാന്മാരായ സലഫു സാലിഹീങ്ങൾ അവരൊക്കെ എങ്ങനെയാണ് സിയാറത്ത് ചെയ്തതെങ്കിൽ ആ സിയാറത്തിന് മൂഡ്, അതിൻ്റെ ഒരു അവസ്ഥ അത് നമുക്കും കിട്ടണമെന്ന ഉദ്ദേശം കൊണ്ടായിരിക്കണം നമ്മൾ മദീനത്തേക്ക് പോകേണ്ടത്. അപ്പോൾ മദീനത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നന്നായിട്ട് ഒന്ന് വൃത്തിയാവണം എല്ലാ നിലക്കും. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിറൽ അസീസിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്ന മഹാന്മാരെ ഔലിയാക്കൾ, അഖ്താബിങ്ങളൊക്കെ അക്കാലത്തുള്ള ബഹുമാനപ്പെട്ട അലിയുൽ ഹീത്തി റളിയല്ലാഹു അൻഹു പറ്റി
നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ ജിലാനി സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് പ്രതിപാദിക്കുന്ന മഹൽ വ്യക്തിത്വമാണല്ലോ ബഹുമാനപ്പെട്ട അലിയുൽ ഹീത്തി റളിയല്ലാഹു അൻഹു. ഔസുല്ലാഹും ഖദ്ദസുല്ലാഹു അസീസിൻ്റെ ആ സദസ്സിലുള്ള ഏറ്റവും തല മുതിർന്ന ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട അലിയുൽ ഹീത്തി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മഹാനവറുകളുടെ സ്ഥലം സരീറാൻ, അവിടെ ഖാദിസിയ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് നമ്മൾ മുമ്പ് മദായിനിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പോയിൻ്റെ അപ്പുറത്ത് ടൈഗ്രീസിൻ്റെ അപ്പുറത്താണ് സരീറാൻ എന്ന് പറയുന്ന സ്ഥലം. ആ സരീറാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുകളുടെ കേന്ദ്രം. അവിടുന്ന് കുറേ ശിഷ്യന്മാരുണ്ട്. മഹാനവറുകൾക്ക് അതിൻ്റെ ശിഷ്യന്മാർ ഒരുപാടുണ്ട്. ആ ശിഷ്യന്മാരെ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ വലിയ സ്ഥാനത്തേക്ക് പോകാമെന്ന് പറഞ്ഞ പോലെ ഔസുല്ലാഹും ഖദ്ദസുല്ലാഹു അസീസിൻ്റെ അവിടേക്കൊന്ന് വന്ന് എല്ലാവരും വർക്കെടുത്തുകൊണ്ട് പിന്നെ തിരിച്ചു പോകും. സാധാരണ പതിവായി അന്നത്തെ എല്ലാ ഔലിയാക്കളും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖതീബുൽ ബാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അദീബ് മുസാഫിർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ പേര് കേട്ട മഹാന്മാരൊക്കെയും ആ ഹദറത്തിൽ വന്നുകൊണ്ട് അവർ പിന്നെ വർക്കെടുത്തുകൊണ്ട് പോയിരുന്നു. അവിടുത്തെ സാധാരണ കിതാബ് ഓതുന്ന ശിഷ്യന്മാരും യഥാർത്ഥ മുരീദന്മാരായിട്ടുള്ള ആളുകളൊക്കെ വേറുണ്ട്. അതിൻ്റെ പുറമെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളാണ് ഇവർ. അപ്പോൾ ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അലിയുൽ ഹീത്തി റളിയല്ലാഹു അൻഹു ഇടയ്ക്കൊക്കെ ശിഷ്യന്മാരെ കൂട്ടിയിട്ട് ഔസുല്ലാഹും ഖദ്ദസുല്ലാഹു അസീസിനെ കാണാൻ വേണ്ടി ബഗ്ദാദിലേക്ക് ഒരു ടൂറ് സംഘടിപ്പിക്കും, ഒരു യാത്ര സംഘടിപ്പിക്കും. നമ്മളിപ്പോൾ പോകില്ലേ എന്ന പോലെ തന്നെ ഒരു ടൂറാണത്. അപ്പോൾ പോകുമ്പോൾ എല്ലാ ശിഷ്യന്മാരെയും വിളിക്കും, നമുക്കൊന്ന് സ്ഥലത്ത് പോകാനുണ്ട്. എവിടേക്കാണ് പോകാനുള്ള? ബഗ്ദാദിൽക്കാണ്. ബഗ്ദാദിന് കേട്ടപ്പോൾ അവരൊക്കെ മനസ്സ് ത്രസിക്കും, അവർക്കൊക്കെ വലിയ ആവേശമാണ്. കാരണം ഔസുല്ലാഹും ഖദ്ദസുല്ലാഹു അസീസിൻ്റെ സന്നിധിയിലേക്കൊക്കെ പോണത്. അപ്പോൾ അവരോട് പറയും, എല്ലാവരും ഈ ടൈഗ്രീസ് നദിയിലൊന്ന് ഇറങ്ങി നന്നായിട്ട് തേച്ച് മുങ്ങി കുളിച്ച് ഉഷാറാവണം എന്ന് പറയുമ്പോൾ എല്ലാവരും ശിഷ്യന്മാരൊക്കെ ആ ടൈഗ്രീസ് നദിയിൽ നന്നായിട്ട് മുങ്ങി കുളിച്ച് വൃത്തിയായിട്ട് എല്ലാ ചളിയും ഒക്കെ ഒഴിവാക്കി നല്ല ശുദ്ധരായി മാറും. എന്നിട്ട് നല്ല പുതിയ വസ്ത്രങ്ങൾ എടുക്കാൻ വേണ്ടി പിന്നെ അവരോട് പറയും, നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ എടുത്ത്. അത് കഴിഞ്ഞിട്ട് അവരോടൊരു ഉപദേശം പിന്നെ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ, സഫു ബവാത്തിനക്കും പിന്നെ നദ്ഖുലു അല സുൽത്താൻ, നിങ്ങളെ ഇതൊക്കെ ശുദ്ധിയായി, ശരീരം ശുദ്ധിയായി, വസ്ത്രങ്ങളൊക്കെ ശുദ്ധിയായി, അഴുക്കൊക്കെ പോയി. ഇനി നിങ്ങളോട് പറയാൻ സഫു ബവാത്തിനക്കും, നിങ്ങൾ ഉള്ളൊന്ന് നന്നാക്കണം. ഇനി ഉള്ളൊന്ന് അലക്കി തേച്ച് വൃത്തിയാക്കാനുണ്ട്. ഹൃദയങ്ങളും നന്നാക്കണം, അത് ശുദ്ധിയാക്കണം. ഹൃദയത്തിൽ വേറെ ആവശ്യമില്ലാത്തതൊന്നും വേണ്ട. കാരണം ഫൈന നദ്ഖുലു അല സുൽത്താൻ, നമ്മൾ സുൽത്താൻ്റെ അടുത്തേക്കാണ് പോണത്. അപ്പോൾ അവിടേക്ക് പറ്റാത്തൊന്നും മനസ്സിലുണ്ടാവരുത് എന്ന് പറഞ്ഞ് ശിഷ്യന്മാരൊക്കെ നന്നായിട്ട് മനസ്സൊക്കെ ക്ലിയറാക്കിയിട്ടാണ് കൊണ്ടുപോകും. സംഭവങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ബഗ്ദാദിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മഹാനായ ഖൗസുല്ലാഹും ഖദ്ദസുല്ലാഹു അസീസിൻ്റെ ദർബാറിലേക്ക് ചെല്ലുമ്പോൾ, ആ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നേരെ ആ ആണ്ട് കടന്നു ചെല്ലല്ലേ ചെയ്യുക. അവരെന്ത് ചെയ്യും, ഒന്ന് തല ഒന്ന് കാണിച്ചു കൊടുക്കും. ആ വാതിലിൻ്റെ അവിടുന്ന് ഒന്നിങ്ങനെ നോക്കും. അപ്പോൾ അങ്ങോട്ട് കാണുന്നുണ്ടോ നോക്കും. അപ്പോൾ ഒന്നിങ്ങനെ എത്തി നോക്കും. അങ്ങോട്ട് പിന്നെ അവിടെ മാറിയിരിക്കും. മറിച്ച് നമ്മൾ നല്ല VIP കളായിട്ടാണ് പോകുകയാണെങ്കിൽ എങ്ങനെ പോകേണ്ടത്? നേരെ ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് നീച്ചിക്കണം, ഒക്കെ കൂടി നീച്ചെന്ന് വലിയ സന്തോഷത്തോടെ വന്നാൽ അങ്ങനെയല്ല. അവരിങ്ങനെ എത്തി ഈ ശിഷ്യന്മാരടക്കം പാളി നോക്കുക, അങ്ങനെ കടക്കാൻ പറ്റുമോ, സമ്മതം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഖൗസുല്ലാഹും ഖദ്ദസുല്ലാഹു അസീസ് മഹാനവറുകൾ പറയും, അത് ഒരു പ്രാവശ്യമുള്ള സംഭവമല്ല, കടന്നു വാ എന്ന് പറയും. അപ്പം ചോദിക്കും, എനിക്ക് അമ്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് വല്ല അദബുകേടുകളും വന്നാൽ അടി കിട്ടുമോ എന്ന് ചോദിക്കും. ഈ ഹദറത്തിനോട് യോജിക്കാതെ എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ വല്ല പ്രശ്നം എനിക്ക് പറ്റുമോ, എനിക്കോ എൻ്റെ ശിഷ്യന്മാർക്കോ വല്ലതും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, അന്തമിനല്ല അമിനിയും, സുരക്ഷിതനാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല, വേമ്പ എന്ന് പറയും. അങ്ങനെ കടന്നു വന്നിരുന്നു എന്നാണ് പറഞ്ഞു. അപ്പോൾ മഹാനായ ഖൗസുല്ലാഹും ഖദ്ദസുല്ലാഹു അസീസിൻ്റെ ഹദറത്തിലേക്ക് പോകുമ്പോൾ തന്നെ മഹാന്മാരായ വലിയ വലിയ ഔലിയാക്കൾ അവർ ശിഷ്യഗണങ്ങളുമായിട്ട് യാത്ര ചെയ്തിരുന്ന അവസ്ഥയാണ് ഞാനീ പറഞ്ഞത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ എവിടേക്ക് പോകുകയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള മര്യാദകളൊക്കെ പാലിക്കാണ്. അള്ളാഹുവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിറാജിൻ്റെ രാവിൽ പോയത്. അള്ളാഹിനെ കാണാൻ വേണ്ടി പോയി. അള്ളാഹിനെ കാണാൻ വേണ്ടി പോയപ്പോൾ നേരെ കുത്തനാണ് കയറി പോകുകയല്ല ചെയ്തത്. പിന്നെന്താ ചെയ്തത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിനെ കാണാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? ആദ്യം അവിടുന്ന് മസ്ജിദുൽ ഹറാമിൽ പോയി ഒരു ചെറിയ ശാസ്ത്രക്രിയ നടത്തി.
സംസം വെള്ളം കൊണ്ടൊക്കെ ഹൃദയം നെഞ്ഞൊക്കെ ഒന്ന് കഴിയൊക്കെ എല്ലാ നിലക്കും വൃത്തിയായിട്ട് എന്ത് കിട്ടിയാലും സ്വീകരിക്കാൻ പറ്റിയ കോലത്തിലൊക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയത് എവിടേക്കാ? നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലദീ ബാറക്നാ ഹൗലഹു. ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി അള്ളാഹു പറഞ്ഞത് അതിൻ്റെ ചുറ്റുഭാഗം വലിയ ബർക്കത്തുള്ള സ്ഥലമാണ് ഏത്? ഈ ബൈത്തുൽ മുഖദ്ദസ്. എന്താ ബർക്കത്ത്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ കിടക്കുന്നുണ്ട്, മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ ഉണ്ട്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ ഉണ്ട്. അതുപോലുള്ള മഹാന്മാരുകളൊക്കെ പിന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. പിന്നെ അതിൻ്റെ ബർക്കത്ത് പറയേണ്ടതുണ്ടോ? അപ്പോൾ അവരൊക്കെ ചെന്ന് അവരെയൊക്കെ കൂട്ടി അവർക്ക് ഇമാമും ജമാഅത്തായിട്ടൊക്കെ നിസ്കരിച്ച് പിന്നെയാണ് അവിടുന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ അള്ളാഹിനായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. സ്വന്തം ഹബീബാണെന്ന് വെച്ച് നേരെ പോയിട്ടില്ല. അപ്പോൾ യാത്രയുടെ അദബ്, യാത്രക്ക് ഓരോ അദബുകളുണ്ട്. അതൊക്കെ പാലിച്ച് പരമാവധി ഞങ്ങളുടെ മനസ്സിനെ നന്നാക്കിക്കൊണ്ടാണ് പോകേണ്ടതെന്നാണ് പറഞ്ഞത്. മഹാനായ ഇമാം യാഫി റളിയല്ലാഹു അൻഹുവിനെ പറ്റി കേൾക്കാത്ത ആളുകളുണ്ടാവില്ല. ഇമാം യാഫി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ 700-800 കൊല്ലത്തോളം മുമ്പ് ജീവിച്ചിരുന്ന മഹാനായ ബഹുമാനപ്പെട്ട യാഫി ഇമാം. നമ്മളെ ഇർഷാദിൻ്റെയൊക്കെ മുസന്നിഫാണ്. ഇർഷാദുൽ യാഫിയൊക്കെ അറിയാം. അപ്പോൾ യാഫി ഇമാം, മഹാനായ ഇമാം യാഫി റളിയല്ലാഹു അൻഹു മദീനത്ത് പോയ സംഭവം ചരിത്രത്തിലുണ്ട്. യാഫി ഇമാം മദീനത്ത് പോണ സമയത്ത് മദീനത്തേക്ക് കടക്കുമ്പോൾ മദീനൻ്റെ ആ വാതിൽ പിന്നെ കവാടത്തിലേക്ക് അതിർത്തിയിൽ ചെന്നുകൊണ്ട് യാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് സമ്മതം കിട്ടിയെങ്കിൽ ഞാനാണ് പോകണുള്ളൂ. ഇപ്പോൾ അലിയുൽ ഹീത്തി റളിയല്ലാഹു അൻഹു സമ്മതത്തിന് വേണ്ടി തല പിന്നെ പാളി നോക്കി എന്ന് പറഞ്ഞല്ലോ, എന്നതുപോലെ സമ്മതം കിട്ടിയാലേ കടക്കുള്ളൂ എന്ന് വിചാരിച്ച് മദീനൻ്റെ അതിർത്തിയിലിരുന്നു. അവിടെ താമസിച്ചു. 14 ദിവസം അവിടെ കൂടിയതാണ്. 14 ദിവസം. നമുക്ക് ആകെ 14 ദിവസം നമ്മളെ പരിപാടിയുള്ളൂ. ഇത് 14 ദിവസം അവിടെ കൂടി. അപ്പോൾ ആ 14 ദിവസം നടത്തേണ്ടത് നമ്മൾ ഇവിടുന്ന് നടത്തണം എന്നപ്പോൾ പറഞ്ഞത്. അവിടെ ചെന്നാൽ 14 ദിവസം ഇരിക്കാൻ നമുക്ക് അവിടെ ഒഴിവില്ല. ഇപ്പോഴത്തെ നമ്മൾ തർത്തീബ് അജണ്ട അനുസരിച്ച് മക്കത്ത് 7 ദിവസം, അവിടെ 5 ദിവസം ഉള്ളത്. അത് നിലക്ക് പോയി വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ പറഞ്ഞ 14 ദിവസം അവിടെ പോയിരിക്കാൻ പറ്റില്ല. പക്ഷേ യാഫി ഇമാം റളിയല്ലാഹു അൻഹു 14 ദിവസം മദീനൻ്റെ അതിർത്തിയിൽ അവിടെ കാത്തു കെട്ടിക്കിടന്നു. എന്തിനാ? സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 14-ാമത്തെ ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ആ സ്വപ്നത്തിൽ അവിടത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് അന നബിയുക ഫി ദുനിയ വ ശഫീഉക ഫിൽ ആഖിറ വ റഫീഖുക ഫിൽ ജന്ന. ഞാൻ ദുനിയാവിൽ നിന്റെ നബിയാണ്, ആഖിറത്തിൽ നിന്റെ ഷഫീആണ്, ശുപാർശകനാണ്, സ്വർഗത്തിൽ നീ എൻ്റെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞു യാഫി ഇമാമിനെ പറ്റി. അപ്പോൾ അങ്ങനത്തെ യാഫി ഇമാമിനെയാണ് ഈ 14 ദിവസം അവിടെ നിർത്തിയിട്ടുള്ളത്. എന്നിട്ടൊന്നും പാലം നീ മനസ്സിലാക്കണം എന്ത്? അന്നഫിൽ യമനി, ഈ യമനിൽ എന്തുണ്ട്? അശ്റത്ത് അൻഫുസിൻ, 10 ആളുകളുണ്ട്. മൻ സാറഹും ഫഖദ് സാറനി വമൻ ജഫാഹും ഫഖദ് ജഫാനി. അവിടെ 10 ആത്മീയ പുരുഷന്മാരുണ്ട്. അവരുടെ സ്വഭാവം എന്താ വെച്ചാൽ അവരുടെ അവസ്ഥ അവരാരെങ്കിലും സിയാറത്ത് ചെയ്താൽ എന്നെ തന്നെ സിയാറത്ത് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒലക്ക മുഹമ്മദ് റസൂലുള്ളാഹി എന്നല്ല ഈ പറഞ്ഞത്. അവരാരെങ്കിലും സിയാറത്ത് ചെയ്താൽ അവരെന്നെ സിയാറത്ത് ചെയ്തത് പോലെയാണ്. എൻ്റെ ആളുകളാണ് അവർ. ഞാനല്ലാത്ത ഒന്നും അവരടുത്തില്ല. വേറെ താല്പര്യമില്ലാത്ത 10 ആളുകളാണ്. അപ്പോൾ അവരാരാണെന്ന് ചോദിച്ചപ്പോൾ അവരിന്ന് 5 പേര് ജീവിച്ചിരിക്കുന്ന ആളുകളും 5 പേര് വഫാത്തായ ആളുകളുമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട അലിയു തവാസി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മുഹമ്മദ് നഹാരി പോലുള്ള 5 പേരെ പറഞ്ഞു കൊടുത്തു. അന്നത്തെ കാലത്ത് മഹാന്മാരാ, ഔലിയാക്കളാണ് അവർ. പിന്നെ മറപ്പെട്ട് കിടക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട അബുൽ ഖൈസ് റളിയല്ലാഹു അൻഹു, വലിയാണ് യമനിലുള്ള അബുൽ ഖൈസ് റളിയല്ലാഹു അൻഹുക്കെ പഴയ കാലത്ത് കുറച്ച് ഗുണ്ടായിസ്റ്റേറ്റൊക്കെ നടന്നിരുന്ന ആളാണ്. പിന്നെ നന്നായിട്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അബുൽ ഖൈസ് റളിയല്ലാഹു അൻഹു. വലിയ സ്ഥാനത്തെത്തിയാളാണ്. അങ്ങനത്തെ ചരിത്രമൊക്കെ പറയാനുണ്ട്. പക്ഷേ അബുൽ ഖൈസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇസ്മായിൽ ഹദറമി റളിയല്ലാഹു അൻഹു പോലുള്ള 5 പേരെ വാറിയും പറഞ്ഞു കൊടുത്തു. ഇവരൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരുന്നതാണ്. അവരെ കണ്ടിട്ട് പോരുന്നത്. അപ്പോൾ ആദ്യം നേരെ പോയതല്ലേ. അങ്ങനെ തിരിച്ച് ബഹുമാനപ്പെട്ട യാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇവിടുന്ന് മദീനത്ത് നിന്ന് യമനിലേക്ക് എത്ര ദൂരം നമുക്കറിയാലോ, ഒരുപാട് ദൂരമുണ്ട്. തിരിച്ച് യമനിലേക്ക് വന്നു. യമനിൽ വന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ ഈ വഫാത്തായ ആളുകളെയും അവരൊക്കെ കബറുകളിൽ ചെന്നിട്ട് അവരുമായിട്ട്
സംസാരിച്ചു, സലാം ചൊല്ലി വർത്താനം വന്നിട്ട് തിരിച്ചു പോന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഓരോരുത്തരും ചെല്ലുമ്പോൾ മർഹബൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അപ്പോൾ മുഹമ്മദുൻ നഹാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾ തന്നെയാണ്. മർഹബൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിൻ്റെ റസൂലിന് സ്വാഗതം, റസൂലുള്ളാഹി അയച്ച ആളാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വാഗതം എന്ന് പറഞ്ഞ് സ്വാഗതം കൊടുത്തു. അങ്ങനെ 5 പേരെ കണ്ടു. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ വഫാത്തായ ആളുകളെ ഖബറിൽ ചെന്നപ്പോൾ അവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയെന്നാണ്. അങ്ങനെ തിരിച്ച് വീണ്ടും പോയിട്ട് അതേ സ്ഥലത്ത് തന്നെ പോയിട്ട് 14 ദിവസം വീണ്ടും അവിടെ കാത്തു കെട്ടിക്കിടന്നു. ആ 14ാമത്തെ ദിവസം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു, ഉദ്ഖുൽ ഫഇന്നക മിനൽ ആമിനീൻ, കടന്നു വാ, എല്ലാ നിലക്കും നിനക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞ് പോയി. മഹാനായ ഇമാം യാഫി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചരിത്രത്തിലുണ്ട്, ആ ചെരുപ്പിടാതെ, ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ അദബിനെതിരാണ്. ഫഖ്ലുന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, ആ ചെരുപ്പൊക്കെ ഒന്ന് അയച്ചിട്ട് വർത്താനം പറയാൻ വരിയെന്നല്ലേ ആരോട് പറഞ്ഞു? മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞത്. തുരിസീന മലയിൽ വെച്ച് അള്ളാഹിനെ കാണാൻ പോയപ്പോൾ അവ ചെരുപ്പൊക്കെ അയച്ച്. അതുപോലെ തന്നെ വാഹനപ്പുറത്തുനിന്നൊക്കെ ഇറങ്ങി. അങ്ങനെ ആ വിനയത്തോടുകൂടെ എളിമയോടുകൂടെയാണ് മഹാനായ ഇമാം യാഫി റളിയല്ലാഹു അൻഹു മദീനത്തിൽ ചെന്നതെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ ഇങ്ങനെ മഹാന്മാരൊക്കെയും മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു, മഹത്തുക്കളായ താബിഈങ്ങൾ, മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങൾ അവരൊക്കെ മദീനയെ കണ്ടത്, മദീനത്തേക്ക് പോയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. അതേ ഒരവസ്ഥയിലേക്ക് നാം എത്തിപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു യാത്ര കൊണ്ട് നമുക്ക് കിട്ടേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉംറ നിർവഹിക്കുക എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ഈ ആദാബുകളൊക്കെ അവിടെയും പാലിക്കേണ്ടത് തന്നെയാണ്. ഉംറക്ക നമ്മളെപ്പറ്റി അവിടെ ദുയൂഫുർ റഹ്മാൻ എന്നല്ലേ പറയല്. ദുയൂഫുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിഥികൾ എന്നാണ്. അത് ഹാജിമാരെ പറ്റി മാത്രമല്ല, ഉംറക്കാരും ദുയൂഫുർ റഹ്മാൻ തന്നെയാണ്. ഹദീസ് കാണാം, അൽ വാസി ഫി സബീലില്ലാഹ് വൽ ഹാജ് വൽ മുഅ്തമിർ വഫദുല്ലാഹ് ദഅാഹും ഫഅജാബുഹു ഫസഅലൂഹു ഫഅതാഹും. ഹദീസ് കാണാം. എന്താ, ഉംറ ചെയ്യുന്ന ആൾക്കാർ അള്ളാഹുവിൻ്റെ വിരുന്നുകാരാണെന്നാണ് പറയണത്. ഈ ഹദീസിൽ അങ്ങനെ അൽ വാസി ഫി സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന ആൾ, അതൊരാൾ. പിന്നെ ഒരു ഹജ്ജിന് പോകുന്ന ആൾ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഒരു മുഅ്തമിർ, ഉംറ നിർവഹിക്കുന്ന ആൾ. ഈ 3 പേരും വഫദുല്ലാഹി, അള്ളാഹുവിൻ്റെ നിവേദക സംഘമാണ്. അള്ളാഹുവിൻ്റെ അടുക്കിലേക്കുള്ള നിവേദക സംഘമാണ്. അവ വിരുന്നുകാരാണ്, വെറും വിരുന്നുകാർ മാത്രമല്ല. നിവേദക സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ പിന്നിൽ വഹിച്ചിട്ട ആളുകളുണ്ട്, നമ്മളെ കുടുംബക്കാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി വല്ലതും പറയാൻ വേണ്ടി നിവേദക സംഘം എന്ന് പറഞ്ഞാൽ അതല്ലേ. നമ്മൾ മുഖ്യമന്ത്രിക്ക് നിവേദനം ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ ഇൻ്റെ കാര്യം നടത്തണമെന്ന് പറഞ്ഞാൽ മാത്രമല്ല പോകുന്നത്. നിവേദക സംഘം എന്ന് പറഞ്ഞാൽ അവരെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ, കുടുംബത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒക്കെയുള്ള നിവേദക സംഘമാണ്. വഫദുല്ലാഹിയാണ് നിവേദക സംഘം. എന്താ അവർ നിവേദക സംഘം എന്ന് പറയാൻ കാരണം? ദാഹും ഫാജാബുഹു, അവരെ അള്ളാഹു വിളിച്ചു, അപ്പോൾ അവർ ഉത്തരം നൽകിയതാണ്. ദാഹും ഫാജാബുഹു, അപ്പോൾ അതിന് ഉത്തരം നൽകിയ ആളുകളാണ്. അപ്പോൾ അള്ളാഹിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയ ആളുകളാകുമ്പോൾ ഇവരാരാണ്? അള്ളാഹിൻ്റെ വിരുന്നുകാരാണ്. നമ്മുടെ പെരയിലേക്ക് ഇപ്പോൾ ആരെങ്കിലും കൂടെ വന്നിട്ട് ഓനെ പിടിച്ച് നമ്മൾ ചോറ് കൊടുത്തുകൊണ്ട് വിരുന്നുകാരാവില്ല. നമ്മൾ വിളിച്ചിരുത്തിയ ആളുകളാണ്, അവർ വരുമ്പോൾ വിരുന്നുകാരാണ്. അപ്പോൾ അതാണ് നമ്മളുടെ അവസ്ഥ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറക്ക് പോകാൻ വേണ്ടി വരികയും നമ്മളെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പറ്റി രണ്ടാമത് പറഞ്ഞു, സഅലൂഹു ഫഅതാഹും, അവർ ചോദിച്ചതൊക്കെ അള്ളാഹു കൊടുക്കും ചെയ്യുന്നു. വിരുന്നേർ ചോദിച്ചാൽ അള്ളാഹു കൊടുക്കും. മറ്റൊരു ഹദീസ് കാണാം, അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹി, ഹാജിമാരും ഉംറക്കാരും 2 പേരും. ഇത് ഹജ്ജിന് പോകുമ്പോൾ ഉംറ പോകാറുണ്ട്, ഉംറക്ക് മാത്രമായിട്ട് പോവുക. ഇത് സ്പെഷ്യലായിട്ടുള്ള യാത്രയാണ്. മറ്റേത് ഹജ്ജിന് പോകുമ്പോൾ കൂട്ടത്തിൽ കിട്ടുന്ന ലാഭമാണ് അവിടുത്തെ ഉംറ. ഇതങ്ങനെയല്ല, ഉംറക്ക് വേണ്ടി കാശ് ചിലവാക്കിയിട്ടാണ് പോണത്. അങ്ങനെയുള്ള ആളുകളെ പറ്റി അവർ വഫദുല്ലാഹിയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവർ ചോദിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും? അവർ കൊടുക്കും. അതുപോലെ തന്നെ അവർ ചെലവാക്കിയ സംഗതി 1000 അള്ളാഹു പകരം കൊടുക്കുമെന്നും ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തൻ്റെ ശുഅബുൽ ഈമാൻ എന്ന് പറയുന്ന ആ ഹദീസിൻ്റെ കിതാബിൽ ഈ ഉംറക്കാർ അവർ ചെലവാക്കിയ പൈസക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ഇതിന് ചെലവാക്കാൻ മനസ്സ് കാണിച്ചല്ലോ. ആ മനസ്സ് കാണിക്കുക എന്ന് പറഞ്ഞാൽ
നമ്മളെ മനസ്സിൻ്റെ ആ വിശുക്കത്തരം അതൊന്നാണ് മാറ്റി വെക്കുകയല്ല ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അയഞ്ഞു കൊടുത്താൽ അള്ളാഹു അങ്ങോട്ട് ശരിക്കും കണ്ടായി. നമ്മൾ അള്ളാഹിനേറ്റ് എങ്ങനെ വെച്ചാൽ അതേമാതിരി അങ്ങോട്ട് അള്ളാഹിനോട് നമ്മൾ എങ്ങനെ എന്ന് പറയും, കമാ തദീനു തുദാനു, എൻ്റെ ഡീൽ എങ്ങനെയാണോ അതേപോലെ എന്നോട് ഇങ്ങോട്ടും ഡീൽ ചെയ്യുന്നു. കമാ തദീനു തുദാനു, നീ എങ്ങനെ അങ്ങോട്ട് ഡീൽ ചെയ്യണോ അതേപോലെ ഇങ്ങോട്ടും ഡീൽ ചെയ്യും, പെരുമാറും. അങ്ങോട്ട് അള്ളാഹുമായിട്ട് നമ്മുടെ പരിപാടി എന്താ? ഇപ്പം നേരത്തെ പറഞ്ഞു തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ പശ്ചാത്തപിക്കണമെന്നൊക്കെ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫൽയഅഫു വൽയസ്ഫഹു, അവർ എന്തെങ്കിലും കശപിശകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനത്തോട്ട് തിരിഞ്ഞു കളയണം, അഫുവ് ചെയ്യണം. അലാ തുഹിബ്ബൂന യഗ്ഫിറുല്ലാഹു ലഹും, അള്ളാഹു ആയിട്ട് പുറത്തു കൊടുക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ പണിക്ക് അള്ളാഹിൻ്റെ ഭാഗത്ത് ഇങ്ങോട്ട് കിട്ടേണ്ട എന്താ? ഫൽയഅഫു വൽയസ്ഫഹു, അവർ തമ്മിലുള്ള വ്യക്തിപരമായ കാര്യങ്ങളിലും മറ്റൊക്കെ വരുന്ന ഈ അനിഷ്ടങ്ങളും മറ്റൊക്കെ എന്ത് ചെയ്യണം? അഫു ചെയ്തു കൊടുക്കണം, മാപ്പ് ചെയ്തു കൊടുക്കണം. വൽയസ്ഫഹു, അതിനത്തൊട്ടൊക്കെ തിരിഞ്ഞു കളയണം. അലാ തുഹിബ്ബൂന യഗ്ഫിറുല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിനനുസരിച്ച് അള്ളാഹിൻ്റെ പ്രവർത്തനം. കമാ തദീനു തുദാനു, നമ്മൾ പുറത്തു കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അള്ളാഹ് നമുക്ക് ഒരുപാട് പുറത്തു തരും. നമ്മൾ വിട്ടൊഴിവാക്കുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു ഒരുപാട് നമ്മളെ വിട്ടൊഴിവാക്കും. നേരെ മറിച്ച് നമ്മളെല്ലാത്തിലും കർക്കശ അത് മാത്രം വിട്ടുകൊടുക്കൂല, ഞാൻ ആഖിറത്തിലേക്ക് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അള്ളാഹു അതേമാതിരി ഞെക്കിങ്ങോട്ട് ഇറക്കി പിടിച്ചാൽ എന്താ കാര്യം? വലിയ സംഗതിയല്ലേ? ഏതെല്ലാം കടമ്പകൾ കയറി പോകാനുണ്ട്. ദുന്യാവിൽ തന്നെ ഒരുപാട് കടമ്പകൾ കഴിയാനുണ്ട്, ഒരുപാട് ഗേറ്റുകളുടെ ഉള്ളിൽ കൂടി പോകാനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉംറക്ക് പോകുന്ന സമയത്ത് പിന്നെ എയർപോർട്ടിൻ്റെ ഗേറ്റ് ആദ്യം കിടക്കാണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ഗേറ്റ് ഉണ്ട്, ഒരുപാട് ഗേറ്റുകൾ. അവിടെ ചെന്നിറങ്ങിയാൽ വേറെ. ഇവിടെയൊക്കെ നല്ല നല്ല പരിശോധനകളും തഫ്തീസുകളൊക്കെ നടക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം നമ്മുടെ അഡ്രസ്സിൽ ചെറിയ പുള്ളി കൂടുതലായാൽ ആളെ പേരാണ് മാറിക്കഴിഞ്ഞാൽ അവിടെ വെക്കുന്നില്ല അറിയാം. ഏതെങ്കിലും ഒരാളെ പേരിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ, ഒരു സ്പെല്ലിങ് തെറ്റിക്കഴിഞ്ഞാൽ എന്തായി? അവിടെ നിർത്തി, അവിടെ നിൽക്ക് എന്ന് പറയും. പിന്നെ ഓർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കടന്നോ എന്ന് പറയും. അതിൽ തിരിച്ചു അടുത്ത ഫ്ലൈറ്റിന് പോയിക്കോന്ന് പറയും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ദുന്യാവിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട നമ്മളെ പ്രയാസങ്ങളും പ്രതിസന്ധികളാണ്. അതിനൊക്കെയും പരിഹാരമാണ് നമ്മൾ ഈ കൽബിൻ്റെ വിട്ടൊഴിവ്. നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക? ഏത് സമയത്ത് നമ്മൾ മനസ്സ് ഒരാളോടും ഒരു പകയില്ലാതെ, ദേഷ്യമില്ലാതെ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ടല്ലാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമുക്കൊരു ദേഷ്യം ഇല്ലാതിരിക്കുക, ഒരു പോരും ഇല്ലാതിരിക്കുക. അള്ളാഹുവിൻ്റെ ദീൻ ലംഘിക്കപ്പെടുന്ന സമയത്ത്, സത്യത്തിനെ ലംഘിക്കപ്പെടുന്ന സമയത്ത് അപ്പോൾ നമ്മൾ കഴുതകളായി പോകണം എന്നല്ല ഈ പറഞ്ഞത്. കാര്യത്തിന് വേണ്ടി ദേഷ്യം പിടിക്കേണ്ട ആവശ്യമുണ്ട്, കാര്യത്തിന് വേണ്ടി പിണങ്ങേണ്ടതുണ്ട്, അതൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കഴുതകളായി മനസ്തുകത പോലമയാകത പോയി മാറുന്നല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദേഷ്യം പിടിക്കേണ്ട കാര്യം ചെയ്ത് ദേഷ്യം വന്നിട്ടില്ല അവൻ കഴുതയെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങളും സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അധികം നമ്മളെ ഈ പ്രശ്നങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അധികവും നമ്മളെ സ്വാർത്ഥതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നും അവനത് പറഞ്ഞില്ലേ, എനിക്കതങ്ങനെ ചെയ്തില്ലേ, ഇതാണ് നമ്മൾ സ്വാർത്ഥതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് എത്രയാണ് നമ്മൾ ഒഴിവാക്കുന്നു, അതിനനുസരിച്ച് ദുന്യവിയായ പ്രയാസങ്ങൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ പിന്നെ ഐശ്വര്യം വരും, ഞങ്ങളുടെ കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യം വരും, ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം വരും, ഞങ്ങളുടെ ഇടപാടുകളിലും കച്ചവടങ്ങളിലൊക്കെ ഐശ്വര്യം വരും. ഇതൊക്കെ ആവശ്യമാണ്. ഇനി ഇവിടുന്നാണ്ട് കടന്നു ചെന്നാൽ ആദ്യത്തെ കടമ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അലൈഹിസ്സലാം വരുന്ന സമയത്തുള്ള ആ ഒരു പോയിൻ്റ് ഉണ്ട്. അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടാണ് ഓരോരുത്തരും വിഷമിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ പറയും വലിയ വിഷമത്തിലാണ്. എന്താ വിഷമം? ആ ഇസ്രായേൽ അലൈഹിസ്സലാം വരുന്ന ആ ഒരു ലഹദ, ഒരു സെക്കൻഡ് സമയമുണ്ട്, അതെന്താവെന്ന് അറിയാഞ്ഞിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുക. ആര്? ഇമാം സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഈമാനോട് കൂടെ കടന്നു കിട്ടണം, അതാ ഒരു കടമ്പ. പിന്നെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ മുഴുവനും അതാ. ഇങ്ങനെയുള്ള ഈ കടമ്പകളാണ്. ഖബറിലേക്ക് ചെന്നാലും അവിടുന്ന് അവിടെ ചെന്നാലും സിറാത്തും എല്ലാം കടമ്പകളാണ്. ഇതൊക്കെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വേണം? നമ്മൾ ശരിക്ക് നമ്മുടെ മനസ്സിൽ അഫുള്ള ആളുകളായിരിക്കണം, സഫഹുള്ള ആളുകളായിരിക്കണം, അഫു ചെയ്യണം, തിരിഞ്ഞു കളയണം. അങ്ങനെ ഈ നിലക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള നിവേദക സംഘങ്ങളാണ്. അപ്പോൾ അതിന് പൈസ ചിലവാക്കുന്ന സമയത്ത് ഒരുപാട് ആയിരങ്ങൾ തിരിച്ചു കിട്ടുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ മക്കയിലേക്ക് ചെല്ലുന്ന സമയത്തും തന്നെ മക്ക, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കത്തെ ആ കറുത്ത കില്ലണിഞ്ഞുകൊണ്ടുള്ള ആ വീടിങ്ങനെ കാണുന്ന സമയത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് ഗൗരവം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാണുമ്പോൾ പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഒരു മനുഷ്യൻ്റെ തന്നെ ഹൃദയത്തിന് സ്പാർക്ക് വരാനുണ്ട്. ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞാൽ കാബം കാണുന്ന സമയത്ത്
അള്ളാഹ് എന്നുള്ള ചിന്ത പെട്ടെന്ന് ഒന്ന് വരാനുണ്ട്. അല്ലാതെ അതുവരെ അങ്ങനെ കണ്ടു പിന്നെ വന്നോ എത്തിയോ എന്നൊക്കെ ചോദിക്കില്ല. ഇത് കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മനസ്സൊന്ന് ത്രസിക്കുക. അപ്പോൾ അതിലൊരു ചെറിയൊരു മിന്നൽ ആ സമയത്ത് വരാനുണ്ട്. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ്. ആ സമയത്ത് എന്ത് ചോദിച്ചാലും അത് ഉത്തരം കൊടുക്കുന്നു. ആ നിലക്ക് കഅബത്തിനെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഗൗരവമാണ്. കഅബത്തിനെ കാണുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ലാഹിറായിട്ട് കഅബാണെങ്കിൽ നമ്മൾ അള്ളാഹിനായിട്ട് ബന്ധം കിട്ടിയിട്ട് പോരുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യം. നമ്മൾ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് കഅബത്തിനങ്ങനെ തവാഫ് ചെയ്തിങ്ങനെ പോകുന്നു, അജലവസമൊക്കെ മുത്തിയിട്ട് നാട്ടിൽ പോകുന്നു, അജലവസം മുത്താൻ കിട്ടി എന്നാൽ ഒരു നാട്ടിൽ വരുമ്പോൾ ഞാൻ തിരക്കിൽ കയ്യും കാലൊക്കെ വേറിട്ടും എന്നാലും പാടില്ല മുത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന്. അങ്ങനെ കയ്യും കാലം വേറിട്ടിട്ട് മുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അജലവസവും മുത്തുക എന്നുള്ളത് സൗകര്യം ഉണ്ടെങ്കിലും സന്ദർഭം ഉണ്ടെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതില്ലാതെ മറ്റുള്ളവനെ ദ്രോഹിച്ചുകൊണ്ടും നമ്മുടെ തടി കേടെടുത്തിക്കൊണ്ടും ഒരാളും അജലവസം മുത്താൻ വേണ്ടി പോകാൻ പാടില്ല. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം ചെയ്താൽ പിന്നെ പോയതൊക്കെ വെറുതെ ആയിപ്പോയി. അപ്പോൾ അജലവസം മുത്തുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ആ പോക്ക് എന്ന് പറഞ്ഞാൽ അത് ആ ലൈലനെ പ്രേമിച്ച പിന്നെ കൈസിനെ പറ്റി പറഞ്ഞില്ലേ, ലൈലൻ്റെ വീട് ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ പിന്നെ മൂപ്പര മനസ്സിലെന്താ വീടൊന്നുമല്ല, എന്താണ് ലൈലയാണ് ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു. ഉക്കുബുലുദൽ ജിദാറ ജിദാറ ഫലാഹുബുൽ ജിദാരി ഷഗഫിന കൽബി ഫലാക്കിൻ ഹുബുമൻ സക്കനത് ദിയാറ. ഞാൻ ഈ കുറ്റിച്ചമരുകളൊക്കെ ചുറ്റുന്നുണ്ടെങ്കിലും ഈ ചുമരുകളെ ചുറ്റുന്നുണ്ടെങ്കിലും ഞാൻ ഇതല്ല യഥാർത്ഥത്തിൽ ചുറ്റുന്നത്, ഞാൻ ആ പിന്നെ വീട്ടിലുള്ള അന്തേവാസിനെയാണ് യഥാർത്ഥത്തിൽ ചുറ്റണമെന്ന് കൈസ് പറഞ്ഞു മജ്നൂൻ. അപ്പോൾ എന്നതുപോലെ കഅബയെ തവാഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ ഇഹ്റാം ചെയ്യുന്നതോടുകൂടെ തന്നെ ദുന്യവ്യായ സംഗതികളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ട് അള്ളാഹ് എന്നുള്ള ചിന്തയിലായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ തവാഫൊക്കെ കഴിയുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. തവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ഇങ്ങനെ ശരിക്ക് അള്ളാഹിനെ കിട്ടിയെന്നുള്ള രൂപത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, മനസ്സിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കണം. ആ തവാഫ് കഴിഞ്ഞ സൈനൊക്കെ പോകുന്ന സമയത്ത് ഈ നിലക്കുള്ള ഒരു വിശുദ്ധമായ യാത്ര ചെയ്ത് തിരിച്ചു പോരാൻ അർഹമുറാഹിമീന റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ചില ആൾക്കാർ പിന്നെ അവിടെ എപ്പോഴും കാണും മക്കത്ത് 1,00,000 മദീനത്ത് 10,000 പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ 10,000 വന്നു, അവിടെ 1,00,000 നമുക്ക് വന്നിട്ട് ഒപ്പം കൂടുന്ന ആൾക്കാർ പഴയ കാലത്തുണ്ടായിരുന്നു കൂലി. അപ്പോൾ മദീനത്ത് ചെല്ലുന്ന സമയത്ത് പിന്നെ ഇവിടെ നിന്ന് എന്താ വേഗം പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പം കാണും. നമ്മളങ്ങനെ ജീവിച്ച അൽ മദീനത്തു ഖൈറുല്ലഹും ലൗ കാനൂ യഅലമൂൻ. ശരിക്ക് ഇസ്ലാമിക ലോകത്ത് വളരെ വികസനം വരുന്ന ഒരു കാലഘട്ടത്തെപ്പറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘദർശനം ചെയ്യുന്നുണ്ട്. അന്ന് പല ഭാഗങ്ങളും ഫത്ഹാവും, ഒരുപാട് രാജ്യങ്ങൾ ഫത്ഹാവും. ആ സമയത്ത് നിങ്ങൾക്ക് മദീന തന്നെയാണ് അപ്പോഴും ഹൈറിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചില ആൾക്കാർ ജീവിത സൗകര്യം വിചാരിച്ച് നമ്മളുടെ ഇപ്പോൾ ഖരീഫിൻ്റെ സമയത്ത് അങ്ങോട്ട് പോകുക, അല്ലെങ്കിൽ ഈ സീസണിൻ്റെ സമയത്ത് ഇങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ മൂന്നാറിലേക്കൊന്ന് പോകുക, തണുപ്പിന് എന്നൊക്കെ പോകുക, അങ്ങനെ പല പോക്കും പോകും. അറബികൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വികസനം വരുന്ന സമയത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളും ഫത്ഹായിട്ട് കിട്ടും. ആ സമയത്തൊക്കെ അൽ മദീനത്തു ഖൈറുല്ലഹും ലൗ കാനൂ യഅലമൂൻ. അവർ ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ മദീന തന്നെയാണ് അവർക്ക് സ്ഥിരതാമസത്തിന് ഏറ്റവും നല്ലതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ സ്ഥലത്തേക്കാണ് ഈ ഒരു 5 ദിവസത്തെ യാത്രക്ക് നമ്മൾ പോണത്. അപ്പോൾ ആ യാത്ര ശരിക്കും എന്തായിരിക്കണം, ആ യാത്ര ശരിക്കും സഫലമായി മാറണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ യാത്ര കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് സായുജ്യം, നബി തങ്ങളെ കിട്ടിയെന്ന നിലക്ക് സായുജ്യം കിട്ടണം. മറ്റുള്ള എല്ലാ പൊല്ലാപ്പുകളും മനസ്സൊന്ന് ഒഴിവാക്കണം. അതാണ് ആവശ്യം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.